സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ പ്രകൃതി കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ആദ്യമായി ഇതിനുള്ളൊരു വളം നിർമ്മിക്കുക. അതായത് ഇതിൻ്റെ വളം എന്ന് പറയുമ്പോൾ ജീവാമൃതം അല്ലെങ്കിൽ ഘനജീവാമൃതം നമ്മൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നു. ഘനജീവാമൃതം ഉണ്ടാക്കുമ്പോൾ അതൊരു 100 കിലോ ചാണകം, നാടൻ പശുവിൻ്റെ ചാണകം തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു 5 ലിറ്റർ പശുവിൻ്റെ മൂത്രം, അതോടൊപ്പം തന്നെ 2 കിലോ ശർക്കര, 2 കിലോ ഇരട്ടപ്പരിപ്പുള്ള എന്തെങ്കിലും ഒരു വിത്തിനത്തിൻ്റെ പൊടിയെ, അതായത് മുതിരയോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ വിത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ പൊടിച്ച് ചേർക്കുന്നു. ഇത് നമ്മൾ ചാണകവുമായിട്ട് മിക്സ് ചെയ്ത് തണലത്തിട്ട് ഉണക്കിയെടുത്ത് ചണച്ചാക്കിട്ട് അത് മൂടിയിടുന്നു. അപ്പോൾ ചണച്ചാക്കിട്ട് മൂടുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ് നല്ല കറുത്ത ഒരു പൊടിയായിട്ട് നമുക്ക് ലഭിക്കുന്നു. ഇത് നമ്മൾക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഇത് ഇതിൻ്റെ സൂക്ഷ്മ ജീവാണുക്കളാണിത്, അല്ലാതെ ഇതിന് വളമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുക. ഇത് മണ്ണിലിട്ട് അടിവളമായിട്ടിട്ട് നമ്മൾക്ക് പച്ചക്കറികളും വാഴയോ ചേനയോ കപ്പയോ ചേമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് അടിവളമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നടുന്നു. നട്ടതിന് ശേഷം മുകളിൽ നമ്മൾ പുതയിടുന്നു, കരികില പുതയായിട്ടിടുന്നു. അതോടൊപ്പം കരികിലയോ പച്ചിലയോ നമ്മൾ പുതയിടുന്നു. ഈ പുതയുടെ മുകളിൽ 15 ദിവസം കൂടുമ്പോൾ, അതായത് ഇത് വിത്ത് കിളുത്ത് അല്ലെങ്കിൽ തൈ കിളുത്ത് ഇലകൾ വന്നതിന് ശേഷം അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുന്നു. ജീവാമൃതം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളം, 200 ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് 10 കിലോ ചാണകവും ഒരു 5 ലിറ്റർ ഗോമൂത്രവും 2 കിലോ പയറുപൊടിയോ അല്ലെങ്കിൽ മുതിരപ്പൊടിയോ അല്ലെങ്കിൽ 2 കിലോ ശർക്കരയ്ക്ക് പകരം നമ്മൾക്ക് മധുരമുള്ള അല്ലെങ്കിൽ പുളിക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അതായത് പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴമോ പാളയംകോടൻ പഴമോ വാഴപ്പഴമോ കപ്പളങ്ങാപ്പഴമോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മധുരത്തിന് അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കിയതിന് ശേഷം വലത്തേക്ക് നമ്മൾ ഇളക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഇളക്കി വയ്ക്കുന്നു. 48 മണിക്കൂറിന് ശേഷം അത് 200 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ചണച്ചാക്കിട്ട് മൂടി വയ്ക്കുന്നു. ചണച്ചാക്കിട്ട് മൂടുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ 200 ലിറ്ററിൽ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം എന്ന കണക്ക് നമുക്ക് ഒരു 70 മണിക്കൂറിനകം അല്ലെങ്കിൽ 3-4 ദിവസത്തിനകം ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിക്കുന്നു. ഇത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം, 15 ദിവസം കഴിയുമ്പോൾ ആദ്യത്തേതൊന്ന് ഒഴിക്കുന്നു, വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ അടുത്തത് ഒഴിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾക്ക് ഇലകൾ എല്ലാം ഇത് നമ്മൾക്ക് തളിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നമ്മളിത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് നീട്ടി, ഇപ്പം 10-20 ലിറ്റർ, 1 ലിറ്ററിന് 20 ലിറ്റർ വെള്ളം വരെ നന്നായിട്ട് നീട്ടി നമ്മൾക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഓസ് വഴി ഇട്ട് കൊടുക്കുകയോ, അത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം പോലെ നമ്മൾക്കത് ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് നമ്മൾ ഇത്രയും നീട്ടി ഒഴിക്കണമെന്നില്ല, കാരണം ഇഷ്ടംപോലെ വെള്ളം നമ്മൾക്ക് മഴയത്ത് കിട്ടുന്നത് കൊണ്ട് പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതയിട്ടതിന് ശേഷം, അതായത് പുത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, എന്താണ് ഈ പുത? അതായത് ഒന്നെങ്കിൽ കരികില, നമ്മുടെ ചുറ്റുപാടും അടിച്ചു കൂട്ടുന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും എന്തെങ്കിലുമൊക്കെ കരികിലകൾ കാണും, അല്ലെങ്കിൽ പച്ചിലകൾ കാണും, അല്ലെങ്കിൽ വാഴയുടെ ഇലകൾ കാണും. എന്തെങ്കിലും ഇലകളിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഈ ജീവാമൃതം ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം മണ്ണിലെയും സൂക്ഷ്മജീവാണുക്കളെയും മണ്ണിൽ വളർത്തി നിലനിർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.